യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മഹനായും ലോഗോസ് ബൈബിൾ ക്വിസ് ന്യായാധിപന്മാർ അധ്യായം 14 എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 20 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 1 ശീർഷകം. സാംസന്റെ വിവാഹം എന്ന ഒരു ശീർഷകമാണുള്ളത്. 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഈ ശീർഷകത്തിലുള്ളത്. ന്യായാധിപന്മാർ 14:1 സാംസൺ തിമ്നായിലേക്ക് പോയി അവിടെ വെച്ചൊരു ഫിലിസ്തീയ യുവതിയെ കണ്ടു. ന്യായാധിപന്മാർ 14:1. സാംസൺ എവിടേക്കാണ് പോയത്? ഉത്തരം തിമ്നായിലേക്ക്. സാംസൺ തിമ്നായിലേക്കാണ് പോയത്. തിമ്നായിൽ വെച്ച് സാംസൺ ആരെയാണ് കണ്ടത്? ഉത്തരം ഒരു ഫിലിസ്തീയ യുവതിയെ. ഒരു ഫിലിസ്തീയ യുവതിയെ. ന്യായാധിപന്മാർ 14:2 അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിമ്നായിൽ ഞാൻ ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. ന്യായാധിപന്മാർ 14:2. ന്യായാധിപന്മാർ 14:2 തനിക്ക് ആരെ വിവാഹം ചെയ്തു തരണമെന്നാണ് മാതാപിതാക്കളോട് സാംസൺ പറഞ്ഞത്? ഉത്തരം തിമ്നായിൽ താൻ കണ്ടുമുട്ടിയ ഫിലിസ്തീയ യുവതിയെ. സാംസൺ എവിടെ നിന്നാണ് തിരിച്ചു വന്നത്? ഉത്തരം തിമ്നായിൽ നിന്ന്. എവിടെ വെച്ചാണ് സാംസൺ ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടിയത്? ഉത്തരം തിമ്നായിൽ വെച്ച്. ന്യായാധിപന്മാർ 14:3 അവർ പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? എന്നാൽ സാംസൺ പറഞ്ഞു, അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ന്യായാധിപന്മാർ 14:3. സാംസൺ എവിടെ ഭാര്യയെ അന്വേഷിക്കുന്നുവോ എന്നാണ് അവൻ്റെ മാതാപിതാക്കൾ ചോദിച്ചത്. ഉത്തരം അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ. അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ. സാംസൺ അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അവൻ്റെ മാതാപിതാക്കൾ ചോദിച്ചത്? ഉത്തരം നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ? നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ? അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം സാംസൺ തൻ്റെ മാതാപിതാക്കളോട്. അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരാണ് അവൾ? ഉത്തരം സാംസൺ തിമ്നായിൽ വെച്ച് കണ്ട ഫിലിസ്തീയ യുവതി. ന്യായാധിപന്മാർ 14:4 അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല. അവിടുന്ന് ഫിലിസ്ത്യർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു. അക്കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു. ന്യായാധിപന്മാർ 14:4 അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല. എന്താണ് കർത്താവിൻ്റെ ഹിതം? ഉത്തരം സാംസൺ ഒരു ഫിലിസ്തീയ യുവതിയെ വിവാഹം കഴിക്കുക എന്നത്. എന്തുകൊണ്ടാണ് സാംസൺ ഒരു ഫിലിസ്തീയ യുവതിയെ വിവാഹം കഴിക്കുക എന്നത് കർത്താവിൻ്റെ ഹിതമായത്? ഉത്തരം കാരണം അവിടുന്ന് ഫിലിസ്ത്യർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു. അവിടുന്ന് ഫിലിസ്ത്യർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു. അവിടുന്ന് ഫിലിസ്ത്യർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു എന്ന് പറയുവാൻ കാരണമെന്ത്? ഉത്തരം അക്കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നതിനാൽ. ഫിലിസ്ത്യർക്കെതിരായി അവസരം പാർത്തിരുന്നത് ആരാണ്? ഉത്തരം കർത്താവ്. സാംസന്റെ കാലത്ത് ആരാണ് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത്? ഉത്തരം ഫിലിസ്ത്യർ. ന്യായാധിപന്മാർ 14:5 സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. ന്യായാധിപന്മാർ 14:5 സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ എവിടേക്കാണ് പോയത്? ഉത്തരം തിമ്നായിലേക്ക്. സാംസൺ ആരോട് കൂടെയാണ് തിമ്നായിലേക്ക് പോയത്? ഉത്തരം മാതാപിതാക്കന്മാരോടുകൂടെ. മാതാപിതാക്കന്മാരോടുകൂടെ. എപ്പോഴാണ് ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത്? ഉത്തരം ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ. ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ. മുന്തിരിത്തോപ്പിലെത്തിയ സാംസന്റെ നേരെ ഒരു സിംഹക്കുട്ടി എങ്ങനെയാണ് വന്നത്? ഉത്തരം അലറി വന്നു. ന്യായാധിപന്മാർ 14:6 കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. ന്യായാധിപന്മാർ 14:6 കർത്താവിൻ്റെ ആത്മാവ് എങ്ങനെയാണ് സാംസണിൽ ആവസിച്ചത്? ഉത്തരം ശക്തമായി.
കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ ശക്തമായി ആവസിച്ചപ്പോൾ എന്തു സംഭവിച്ചു? ഉത്തരം: ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. സാംസൺ മാതാപിതാക്കന്മാരെ എന്താണ് അറിയിക്കാതിരുന്നത്? ഉത്തരം: ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ സിംഹത്തെ ചീന്തിക്കളഞ്ഞത്. എങ്ങനെയാണ് സാംസൺ സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ഉത്തരം: ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ. സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു. ഏത് സ്ത്രീയോടാണ് അവൻ സംസാരിച്ചത്? ഉത്തരം: തിമ്നായിൽ താൻ കണ്ടുമുട്ടിയ ഫിലിസ്ത്യ യുവതിയോട്. ന്യായാധിപന്മാർ 14:8. അവൻ അവളെ വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു. വഴിമധ്യേ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു. ന്യായാധിപന്മാർ 14:8. അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. ആർക്കാരെയാണ് ഇഷ്ടപ്പെട്ടത്? ഉത്തരം: സാംസന് തിമ്നായിൽ താൻ കണ്ടുമുട്ടിയ ഫിലിസ്ത്യ യുവതിയെ. സാംസൺ എവിടെയാണ് ആ സിംഹത്തിൻ്റെ ഉടൽ തിരഞ്ഞത്? ഉത്തരം: വഴിമധ്യേ. എപ്പോഴാണ് സാംസൺ വഴിമധ്യേ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ തിരിഞ്ഞത്? ഉത്തരം: കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നപ്പോൾ. എന്തുകൊണ്ടാണ് സാംസൺ ആ ഫിലിസ്ത്യ യുവതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത്? ഉത്തരം: അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടതിനാൽ. അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടതിനാൽ. ന്യായാധിപന്മാർ 14:9. അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. അവനത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി. അവർക്കും കൊടുത്തു. അവരും ഭക്ഷിച്ചു. എന്നാൽ ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. ന്യായാധിപന്മാർ 14:9. വഴിമധ്യേ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൺ എന്താണ് കണ്ടത്? ഉത്തരം: സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. സാംസൺ എവിടെയാണ് തേൻകൂട് കണ്ടത്? ഉത്തരം: സിംഹത്തിൻ്റെ ശരീരത്തിൽ. എവിടെ നിന്നാണ് സാംസൺ തേൻ എടുത്തത്? ഉത്തരം: ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നും. ആർക്കാണ് സാംസൺ തേൻ കൊടുത്തത്? ഉത്തരം: മാതാപിതാക്കൾക്ക്. ന്യായാധിപന്മാർ 14:10. അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി. സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി. യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. ന്യായാധിപന്മാർ 14:10. ആരാണ് യുവതിയുടെ വീട്ടിലേക്ക് പോയത്? ഉത്തരം: സാംസന്റെ പിതാവ്. സാംസൺ അവിടെ എന്ത് നടത്തിയെന്നാണ് ന്യായാധിപന്മാർ 14:10 പറയുന്നത്? ഉത്തരം: ഒരു വിരുന്ന്. എന്തുകൊണ്ടാണ് സാംസൺ ഒരു വിരുന്ന് നടത്തിയത്? ഉത്തരം: യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അതിനാൽ. യുവാക്കന്മാരുടെ ഇടയിൽ പതിവായിരുന്നത് എന്താണ്? ഉത്തരം: വിരുന്ന് നടത്തുക. ന്യായാധിപന്മാർ 14:11. അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ 30 പേരെ അവന് തോഴരായി കൊടുത്തു. ന്യായാധിപന്മാർ 14:11. എവിടുത്തുകാരാണ് സാംസണ് 30 പേരെ തോഴരായി കൊടുത്തത്? ഉത്തരം: തിമ്നാക്കാർ. ന്യായാധിപന്മാർ 14:12. സാംസൺ അവരോട് പറഞ്ഞു: ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും തരാം. ന്യായാധിപന്മാർ 14:12. സാംസൺ ആരോടാണ് ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാമെന്ന് പറഞ്ഞത്? ഉത്തരം: അവന് തോഴരായി കൊടുത്ത 30 പേരോട്. അവന് തോഴരായി കൊടുത്ത 30 പേരോട് എന്തു പറയാം എന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം: ഒരു കടങ്കഥ. താൻ പറയുന്ന കടങ്കഥയ്ക്ക് 7 ദിവസത്തിനകം ഉത്തരം പറയുന്നവർക്ക് എന്ത് നൽകാമെന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം: ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും. ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും എപ്പോൾ കൊടുക്കാമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഉത്തരം: വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ. സാംസന്റെ കടങ്കഥയ്ക്ക് തോഴർ വിരുന്നിൻ്റെ എത്ര ദിവസത്തിനകമാണ് ഉത്തരം പറയേണ്ടത്? ഉത്തരം: 7 ദിവസത്തിനകം. ന്യായാധിപന്മാർ 14:13. ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ 30 ചണവസ്ത്രവും അത്രയും വിശേഷവസ്ത്രവും എനിക്ക് തരണം. അവർ പറഞ്ഞു: നിന്റെ കടങ്കഥ കേൾക്കട്ടെ. ന്യായാധിപന്മാർ 14:13. കടങ്കഥയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസണ് എന്താണ് കൊടുക്കേണ്ടത്? ഉത്തരം: 30 ചണവസ്ത്രവും അത്രയും വിശേഷവസ്ത്രവും. നിന്റെ കടങ്കഥ കേൾക്കട്ടെ എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: സാംസന്റെ 30 തോഴന്മാർ സാംസനോട്.
ന്യായാധിപന്മാർ 14:14. അവൻ പറഞ്ഞു, ഭോക്താവിൽ നിന്ന് ഭോജനവും മലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 3 ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല. ന്യായാധിപന്മാർ 14:14. സാംസൺ പറഞ്ഞ കടങ്കഥ ഏതാണ്? ഉത്തരം, ഭോക്താവിൽ നിന്ന് ഭോജനവും മലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. സാംസന്റെ കടങ്കഥയിലെ ഭോക്താവും മല്ലനും ആരാണ്? ഉത്തരം, സാംസൺ കൊന്ന സിംഹക്കുട്ടി. സാംസൺ കൊന്ന സിംഹക്കുട്ടി. 3 ദിവസമായിട്ടും അവർക്ക് പിടികിട്ടാതിരുന്നത് എന്താണ്? ഉത്തരം, കടങ്കഥയുടെ പൊരുൾ. ന്യായാധിപന്മാർ 14:15. 4-ാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? ന്യായാധിപന്മാർ 14:15. എന്ത് ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കുമെന്നാണ് സാംസന്റെ തോഴർ അവൻ്റെ ഭാര്യയോട് പറഞ്ഞത്. ഉത്തരം, കടങ്കഥയുടെ പൊരുൾ. കടങ്കഥയുടെ പൊരുൾ. എങ്ങനെ കടങ്കഥയുടെ പൊരുൾ അറിയുവാനാണ് സാംസന്റെ തോഴർ അവൻ്റെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം, ഭർത്താവിനെ വശീകരിച്ച്. നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് എന്തിനാണോ എന്നാണ് സാംസന്റെ തോഴർ അവൻ്റെ ഭാര്യയോട് ചോദിച്ചത്. ഉത്തരം, ദരിദ്രരാക്കാനാണോ? ദരിദ്രരാക്കാനാണോ? നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് ദരിദ്രരാക്കാനാണോ എന്ന് ആരോടാണ് ചോദിച്ചത്? ഉത്തരം, സാംസന്റെ തോഴർ അവൻ്റെ ഭാര്യയോട്. ന്യായാധിപന്മാർ 14:16. സാംസന്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്കെന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല, പിന്നെ അത് നിന്നോട് പറയുമോ? ന്യായാധിപന്മാർ 14:16. എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല. ആരോടാണ് ഇപ്രകാരം കരഞ്ഞുകൊണ്ട് പറയുന്നത്? ഉത്തരം, സാംസന്റെ തിമ്നാക്കാരിയായ ഭാര്യ സാംസനോട്. ന്യായാധിപന്മാർ 14:17. വിരുന്നവസാനിക്കുന്ന 7-ാം ദിവസം വരെ അവൾ കേണു ചോദിച്ചു. അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്കത് വെളിപ്പെടുത്തി. അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു. ന്യായാധിപന്മാർ 14:17. എന്നാണ് സാംസൺ കടങ്കഥയുടെ പൊരുൾ ഭാര്യയ്ക്ക് വെളിപ്പെടുത്തിയത്? ഉത്തരം, വിരുന്നവസാനിക്കുന്ന 7-ാം ദിവസം. വിരുന്നവസാനിക്കുന്ന 7-ാം ദിവസം എന്താണ് സാംസൺ ഭാര്യയ്ക്ക് വെളിപ്പെടുത്തിയത്? ഉത്തരം, കടങ്കഥയുടെ പൊരുൾ. വിരുന്നവസാനിക്കുന്ന 7-ാം ദിവസം എന്തുകൊണ്ടാണ് സാംസൺ കടങ്കഥയുടെ പൊരുൾ ഭാര്യയ്ക്ക് വെളിപ്പെടുത്തിയത്? ഉത്തരം, നിർബന്ധം മൂലം. ന്യായാധിപന്മാർ 14:18. 7-ാം ദിവസം സൂര്യാസ്തമയത്തിനു മുമ്പ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു, തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളതാര്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു. ന്യായാധിപന്മാർ 14:18. എപ്പോഴാണ് പട്ടണവാസികൾ കടങ്കഥയുടെ പൊരുൾ സാംസനോട് പറഞ്ഞത്? ഉത്തരം, 7-ാം ദിവസം സൂര്യാസ്തമയത്തിനു മുമ്പ്. 7-ാം ദിവസം സൂര്യാസ്തമയത്തിനു മുമ്പ്. ആരെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പട്ടണവാസികളോട് പറഞ്ഞത്. ഉത്തരം, തൻ്റെ പശുക്കിടാവിനെ കൊണ്ട്. ന്യായാധിപന്മാർ 14:19. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി. ന്യായാധിപന്മാർ 14:19. കർത്താവിൻ്റെ ആത്മാവ് ആരുടെ മേലാണ് ശക്തിയോടെ വന്നത്? ഉത്തരം, സാംസന്റെ മേൽ. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നപ്പോൾ സാംസൺ എന്ത് ചെയ്തു? ഉത്തരം, അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ചു. എവിടെ ചെന്നാണ് സാംസൺ പട്ടണത്തിലെ 30 പേരെ കൊന്നത്? ഉത്തരം, അഷ്കലോണിൽ. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച സാംസൺ കൊള്ള മുതൽ എന്തു ചെയ്തു? ഉത്തരം, കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് സാംസൺ വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് എങ്ങനെയാണ്? ഉത്തരം, അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച്. കോപാക്രാന്തനായി സാംസൺ എവിടേക്കാണ് തിരിച്ചുപോയത്? ഉത്തരം, തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്.
ന്യായാധിപന്മാർ 14:20 സാംസന്റെ ഭാര്യ അവന്റെ മണവാളത്തോഴന്റെ ഭാര്യയായി. സാംസന്റെ ഭാര്യ അവന്റെ മണവാളത്തോഴന്റെ ഭാര്യയായി. ന്യായാധിപന്മാർ 14:20. സാംസന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം: അവന്റെ മണവാളത്തോഴന്റെ ഭാര്യയായി. അവന്റെ മണവാളത്തോഴന്റെ ഭാര്യയായി. സാംസന്റെ ഭാര്യയെ വിവാഹം ചെയ്തതാരാണ്? ഉത്തരം: അവന്റെ മണവാളത്തോഴൻ.
യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 14-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.